Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BSc മലയാളത്തിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അപഗ്രഥനാണ്. അപഗ്രഥനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഠത്തെ ചിട്ടയായി സമീപിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അപഗ്രഥന വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായിച്ച് ആസ്വദിക്കുക എന്നതല്ല ഇവിടെ ലക്ഷ്യം. ഒരു പാഠത്തിൻ്റെ ഉള്ളടക്കം, ഘടന, വാദഗതികൾ ഇവയൊക്കെ ആയിട്ട് വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി വിമർശനാത്മകമായിട്ട് ഇടപെടുന്നു എന്നതാണ് ഈ ഒരു വായനയുടെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന പാഠഭാഗങ്ങളാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പോപ്പുലർ സയൻസ് എന്നൊരു ഭാഗം പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതിനുശേഷം ക്ലാസ് കേട്ടോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പോപ്പുലർ സയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ശാസ്ത്ര സാഹിത്യം എന്ന വിശാലമായിട്ടുള്ള ആ ഒരു ജനുസിൽ രണ്ട് തരത്തിലുള്ള കൃതികളാണുള്ളത്. ഒന്നാമത്തത് ശാസ്ത്രീയതയിൽ നിന്നുകൊണ്ട് വസ്തുനിഷ്ഠമായ, അതായത് യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മതയും കൃത്യതയും പാലിച്ച് ഏത് വിഭാഗം വായനക്കാരെയാണോ ലക്ഷ്യമിടുന്നത്, അതായത് നല്ല ഹൈ റേഞ്ചിലുള്ള നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളെയാണോ അല്ലെങ്കിൽ ഇടത്തരക്കാരെയാണോ ആരെയാണോ ലക്ഷ്യമിടുന്നത് അവർക്ക് പറ്റിയ മട്ടിൽ വിജ്ഞാനത്തെ, അറിവിനെ അവതരിപ്പിക്കുന്നതാണ് ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സയൻസ് ഫിക്ഷൻ എന്ന് വിളിക്കാവുന്ന കൽപ്പിത കഥകളാണ്. ഇതിൽ ആദ്യത്തെ ഇനത്തിൽ പെടുന്ന ശാസ്ത്ര സാഹിത്യത്തിലെ ജനകീയമായ ഒരു എഴുത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലർ സയൻസ് എന്ന് പറയുന്നത്. അതായത് ശാസ്ത്ര കാര്യങ്ങൾ സാമാന്യ വായനക്കാർക്ക് വേണ്ടി വിശദീകരിക്കുന്ന ഒരു എഴുത്ത് രീതിയാണ് പോപ്പുലർ സയൻസ്. പോപ്പ് സയൻസ്, പോപ്പ് സൈ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു സയൻസ് ജേർണലിസമായി പോപ്പുലർ സയൻസിനെ കണക്കാക്കാം. സയൻസ് ജേർണലുകളിൽ പ്രസിദ്ധീകരിക്കുന്ന കണ്ടെത്തലുകളൊക്കെ ആ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമേ വായിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. തികച്ചും സാങ്കേതികമായിരിക്കും അത്. എന്നാൽ പോപ്പുലർ സയൻസ് സാധാരണക്കാരായ വായനക്കാർക്ക് വേണ്ടിയിട്ട് വളരെ ലളിതമായി അവതരിപ്പിക്കുന്നതാണ്. ശാസ്ത്രബോധം വളർത്തുക, ശാസ്ത്രത്തോട് താല്പര്യം ജനിപ്പിക്കുക, ഇതൊക്കെയാണ് പോപ്പുലർ സയൻസിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. ശാസ്ത്ര താല്പര്യം ജനിപ്പിക്കണമെങ്കിൽ ആ ഒരു രീതി, പ്രതിപാദന രീതി നമുക്ക് കുറച്ച് ആകാംക്ഷ ജനിപ്പിക്കുന്ന മട്ടിലാവണം. ഒട്ടും ഒരു വിരസത പാടില്ല. ശാസ്ത്ര കൃതികൾക്ക് ഒരു വിരസത പാടില്ല. എഴുതാനുള്ള വിഷയം അത് പുതിയതോ പഴയതോ ആവാം. സയൻസ് എന്ന് പറയുന്നത് എല്ലാം സയൻസിൽ ഉൾപ്പെടില്ല. അതായത് മലയാളത്തിലെ ആദ്യകാലത്തെ ആയുർവേദ്യം, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇതൊക്കെ ശാസ്ത്ര സാഹിത്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുമെങ്കിലും അവയെ പോപ്പുലർ സയൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ആ മേഖലകളിൽ സവിശേഷമായിട്ടുള്ള കഴിവ് ഉള്ളവരെ മാത്രമാണ് അവ ലക്ഷ്യമിടുന്നത്. മലയാളത്തിൽ പത്രപ്രവർത്തനം ആരംഭിച്ച 1847 മുതൽ പോപ്പുലർ സയൻസും ആരംഭിച്ചു എന്ന് കണക്കാക്കാം. 1962 ശാസ്ത്ര സാഹിത്യ പരിഷത്തും 1968 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിതമായതോടെ ശാസ്ത്ര വിഷയത്തിലുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ ധാരാളമായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. പോപ്പുലർ സയൻസിൻ്റെ വളർച്ചയിലെ പ്രധാന നാഴികക്കല്ലായിരുന്നു ഇവ. ശാസ്ത്രകാര്യങ്ങൾ വ്യത്യസ്ത നിലവാരത്തിൽ കൈകാര്യം ചെയ്യുന്ന പല മാഗസീനുകളും ഇന്ന് മലയാളത്തിൽ ഉണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് പോപ്പുലർ സയൻസ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ലളിതമായ ഭാഷയിൽ രചിക്കുന്ന ശാസ്ത്രപരമായിട്ടുള്ള കൃതികളൊക്കെയാണ് ഈ പോപ്പുലർ സയൻസിൽ ഉൾപ്പെടുന്നത്. പോപ്പുലർ എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് ജനകീയം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം അത്തരത്തിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് രചിക്കപ്പെടുന്നവയാണ് ഇവ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഇതാണ് ഈ പാഠഭാഗം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.